CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമയയെയാണ് ഇന്നലെ രാത്രിയിൽ വീട്ടുകിണറ്റിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള മണലൂർ നിയോജക മണ്ഡലം തല യോഗം ചേർന്നു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ചവർക്കെതിരെ പുന്നയൂർ പഞ്ചായത്ത് 20,000 രൂപ പിഴ ഈടാക്കി. പഞ്ചായത്തിലെ 14-ാം വാർഡ് എടക്കഴിയൂർ ബീച്ചിൽ MK ഷർഫുദ്ദീന്റെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കെതിരെയാണ് പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തത്. എരുമപ്പെട്ടി മങ്ങാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാറിടിച്ച് വഴിയാത്രക്കാരന് പരിക്കേറ്റു. മങ്ങാട് കോട്ടപ്പുറം കള്ളിവളപ്പിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. മാർത്താമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഗ്രോബാഗിന്റെയും പച്ചക്കറി വിത്തിന്റെയും വിതരണോദ്ഘാടനം നടന്നു. ചാലിശ്ശേരി മയിലാടിക്കുന്നിൽ പുതിയതായി രൂപീകരിച്ച പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള MPPM യൂത്ത് അസോസിയേഷനും കുന്നംകുളം സൈമൺസ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഗ്രൗണ്ടിലെ കായിക പരിശീലനം 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമായി. ചാവക്കാട് മണത്തല വിശ്വമിത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയതായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് നിർവഹിച്ചു. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ 2020-24 അക്കാദമിക വർഷത്തെ BTech ബാച്ച് മെറിറ്റ് ഡേ ആഘോഷിച്ചു. കുന്നംകുളം നഗരസഭയിലെ വിവിധ വാർഡുകളെ ഉൾപ്പെടുത്തി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വൃക്കരോഗികളെ സംരക്ഷിച്ചു വരുന്ന കൺസോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സാന്ത്വന സംഗമവും ഡയാലിസിസ് കൂപ്പൺ വിതരണവും ചാവക്കാട് നടന്നു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU കുന്നംകുളത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ മുഅല്ലിം ഡേ ക്യാമ്പയിൻ 2024 സമാപിച്ചു. ഉസ്താദുമാരുടെ കൂട്ടായ്മയായ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ജൂൺ 22 മുതൽ ജൂലൈ 7 വരെയാണ് മുഅല്ലിം ഡേ ക്യാമ്പയിൻ ആചരിച്ചത്. വേലൂർ വെങ്ങിലിശ്ശേരി സ്വദേശിനിയായ 13 വയസ്സുകാരിയെ കാണാതായതായി പരാതി. കുറ്റിപ്പള്ളത്ത് വീട്ടിൽ സുമിതയുടെ മകൾ 13 വയസ്സുള്ള ഗൗരി കൃഷ്ണയെയാണ് ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കാണാതായത്. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ മേഖലാ കമ്മിറ്റി ID കാർഡ് വിതരണം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.